ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ട് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു നാടൻ സ്റ്റൈലിലൊരു ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കുടംപുളി ഉണക്കാനിട്ടതാണ് കേട്ടോ. ഇത് നമ്മളെ മേലെ പറമ്പിൻ്റെ അവിടെ ഒരു ചേട്ടൻ്റെ പറമ്പുണ്ട്. അപ്പോൾ അങ്ങനെ ചാടിയത് കാണുകയാണെങ്കിൽ പൊറുക്കിക്കൊണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പൊറുക്കിക്കാണ്ട് കൊണ്ടുവന്ന് അതിൻ്റെ കുരും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഉണക്കാനിട്ടതാണ്. കുറച്ച് അടുപ്പിൻ്റെ അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇതേപോലെ ഇങ്ങനെയാണ് കേട്ടോ ഉണക്കൽ, പുകയൊക്കെ തട്ടിങ്ങാണ്ട്. ചിലർ ഇതിനായിട്ട് റൂമൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് അങ്ങനെ പുകയൊക്കെ നല്ലോണം കൂടുതലായിട്ട് ഉണക്കണോലൊക്കെ പുകയൊക്കെ നല്ലോണം തട്ടിച്ച് ഉണക്കി എടുക്കലുണ്ട്. ഇത് നമ്മൾ അടുപ്പ് കത്തിക്കണ സമയത്ത് തട്ടണ പുകയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആക്കം പോലെ അങ്ങനെ ഉണങ്ങുള്ളൂ. അപ്പോൾ എന്നും എണീക്കണ പോലെ തന്നെ ഞാൻ ഇന്നും എണീറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഒന്ന് ഇരുന്നിട്ടാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. കാരണം അന്ന് സ്കൂളൊന്നുമില്ല. അപ്പോൾ ആക്കം പോലെ ചോറൊക്കെ ഉണ്ടാക്കിയാൽ മതി. മദ്രസേ ഉള്ളൂ. മദ്രസക്ക് പിന്നെ രാവിലെ തന്നെ ചായയും കുടിക്കൂല, കായ്ക്ക് കടിയോ ഒന്നും തിന്നൂല. അങ്ങനെ വെറും വയറ്റിൽ അങ്ങനെയാണ് പോവലാണ്. അങ്ങനെ പോയി ശീലമായി. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്തിനാ നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പം നേരത്തെ എണീക്കുമ്പോൾ മനസ്സിക്ക് ഭയങ്കര ഒരു അന്നത്തെ ഒരു ദിവസം നല്ലൊരു സമാധാനത്തോടെ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അന്ന് നല്ലൊരു ഉന്മേഷവും പണികളൊക്കെ എടുക്കാൻ നല്ലൊരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരത്തെ എണീക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഇതുണ്ട് എന്ന്. ആദ്യമൊന്നും ഞാൻ അങ്ങനെ നേരത്തെ എണീക്കണ ഒരാളല്ല. എണീക്കും, പക്ഷെ ബാങ്ക് കൊടുക്കണമെന്നും അങ്ങനെ കേൾക്കലില്ല. ഇപ്പം എണീക്കുമ്പോൾ തന്നെ ബാങ്കൊക്കെ കൊടുക്കും. അപ്പോൾ ആ ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ മനസ്സിക്ക്. പക്ഷേ എണീക്കണം എന്നുണ്ടെങ്കിൽ അലാറം വെക്കണം കേട്ടോ. അലാറം അടിക്കാതെ ഞാൻ എണീക്കൂല. ഉറങ്ങിയാൽ പിന്നെ ഞാൻ അലാറം അടിക്കാതെ എണീക്കുകയല്ല. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ചിലർക്ക് രാത്രി ആയാലും ഉറക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുമല്ലോ. പക്ഷേ എനിക്കതുവരെ അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. അൽഹംദുലില്ലാ, അതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങണ ഒരാളാണ്. ഉറങ്ങിയാലോ നല്ലോണം ഉറങ്ങും ചെയ്യും. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ പകലൊക്കെ നല്ലപോലെ ഉറങ്ങിയൊരു ആളേനി കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെ ഉറങ്ങലില്ല. കിടക്കും, ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരമൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യും. അങ്ങനെ പകലിപ്പോൾ വല്ലാതെ ഉറങ്ങലില്ല. അത് നല്ലൊരു ശീലമല്ല എന്ന് തോന്നി. പകലുറങ്ങിയാൽ പിന്നെ നമുക്ക് രാത്രി ഉറക്കം കിട്ടൂലല്ലോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചപ്പാത്തി പൊടിയിട്ട് നമ്മളെ വാഴൻ്റെ ഇലയിൽ പരത്തിങ്ങാണ്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അതാ പിന്നെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അതിനെ. അപ്പോൾ ചപ്പാത്തി പൊടിയും തേങ്ങ ചിരകിയതും അങ്ങനെ മിക്സാക്കി ചൂടുവെള്ളത്തിലിട്ട് കുഴച്ചെടുത്തുകൊണ്ട് ഇലയിൽ പരത്തി ചുട്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തക്കാളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് കറി നിർബന്ധമാണ്. തക്കാളിക്കറി എന്തെങ്കിലും ഒരു കറി ആയാൽ മതി. അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ റൂമിൽ കുറച്ച് മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമല്ല, ഒരു മാസത്തോളമായി ഞാനിതിൻ്റെ ഉള്ളൊന്ന് തട്ടിയിട്ട്. അപ്പം കാണുന്നത് ഇങ്ങനെ തട്ടും, കൂടുതലായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ തട്ടും. എന്നാലും വൃത്തികേടായി ഒന്നും കിടക്കൂല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച കൂടുമ്പോഴൊക്കെ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും. അപ്പം ബെഡ്ഷീറ്റൊന്നും ഒരു മാസത്തോളം അങ്ങനെ നിൽക്കൊന്നുമില്ല കേട്ടോ. നമ്മളെപ്പോഴും കിടക്കണതല്ലേ. അപ്പോൾ ആഴ്ചയിൽ തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കൊടുക്കലുണ്ട്. ഇനിയിപ്പോൾ ആ പണിയൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കട്ടെ. ഒരു ദിവസം കൊണ്ട് തന്നെ വീട് മൊത്തമായിട്ടൊന്നും മാറാലൊന്നും തട്ടൂല കേട്ടോ. ഓരോ ദിവസവും അങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ ഓരോ ഭാഗം അങ്ങനെ ചെയ്ത് തീർക്കലാണ്.
അപ്പോൾ മാറാലൊക്കെ തട്ടിക്കഴിഞ്ഞ് പിന്നെ എല്ലോടൊക്കെ ഒന്ന് നല്ലോണം അടിച്ചു വാരി തുടക്കാനുണ്ടേനി. എല്ലോടം തുടച്ച് ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ തന്നെ അമ്മ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനി കേട്ടോ. അന്ന് ബീഫ് വാങ്ങിയതല്ലേ, അപ്പം നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാറുണ്ട് കണ്ടങ്ങനെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നാടൻ സ്റ്റൈലിലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് എന്ന്. അടുപ്പത്തന്നെ ചോറ് വെച്ചതുകൊണ്ടേ തീ പിന്നെ വെറുതെ അങ്ങനെ കത്തി പോവുകയാണ്. അപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കണത്. മൺചട്ടിയിലാകുമ്പം ഒരു പ്രത്യേക രുചിയാണല്ലോ. നമ്മൾ കുക്കറിൽ വെക്കണതിലേറെ ടേസ്റ്റാണ് മൺചട്ടിയിൽ വെക്കുമ്പോൾ. കുക്കറിലും വെക്കും. ബീഫ് വരട്ടണതൊക്കെ ആണെങ്കിൽ കുക്കറിൽ ആദ്യം വേവിച്ചെടുത്തിട്ട് പിന്നെ അടുപ്പിക്ക് മാറ്റി കൊടുക്കലാണ്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിക്ക് തക്കാളിയും സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടിയും മൂന്നും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. വേറെ വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല. എല്ലാം ഒന്ന് വഴണ്ടി വരാനുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് വാടി വരാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചതച്ചതും മൂന്നും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 സ്പൂണ് മുളകും പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുളകും പൊടിക്ക് കുറച്ച് എരിവ് കുറവുണ്ട്, അതാണ് 3 സ്പൂൺ ഇട്ട് കൊടുത്തത്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർക്കാം കേട്ടോ. ഇവിടെ അധികം എരിവ് വേണ്ട, ഒരു പാകത്തിന്. പിന്നെ മീറ്റ് മസാല അല്ലേ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോം ഷോപ്പിൻ്റെ മീറ്റ് മസാലയാണ്, കുടുംബശ്രീൻ്റെ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ബീഫല്ലേ, അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം, നല്ല വേവുണ്ടല്ലോ. പിന്നെ കുറച്ച് ഉലുവ ഇട്ടെടുത്താൽ നല്ലൊരു മണമാണല്ലോ ബീഫ് കറിക്ക്. പിന്നെ ഒരു പിടി മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ ഇല ആദ്യം ഫസ്റ്റിൽ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി, അപ്പോൾ രണ്ടാമത് പിന്നെ ചേർത്ത് കൊടുത്തു. പിന്നെ ബിരിയാണി മസാലൻ്റെ പൊടിയില്ലേ, അതൊരു 3/4 സ്പൂണുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബിരിയാണി മസാലൻ്റെ പൊടി നമ്മൾ ബീഫിക്ക് ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ബീഫ് വരട്ടണിക്ക് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ, വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വെതറി കൊടുക്കുമല്ലോ. അതുപോലെ ബിരിയാണി മസാല ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് വരട്ടണീക്കൊക്കെ. അപ്പോൾ അതാ കറി ഇങ്ങനെ വെന്തായി വരുന്നുണ്ട്. കണ്ടുമ്പോൾ തന്നെ നല്ലൊരു കളറും നല്ല മണവും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. കറി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ തിരുമ്പാനും കുളിക്കാനൊക്കെ പോയിട്ടോ പുഴയ്ക്ക്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ചോറ് കഴിക്കാം. ചോറ് ഞാൻ വിളമ്പിയിട്ടുണ്ട് കേട്ടോ, നല്ല തേങ്ങാച്ചോറ്. അപ്പോൾ ഇതിനി കറിയൊക്കെ ഒഴിച്ച് കഴിക്കട്ടെ. തേങ്ങാച്ചോറ് വെക്കുമ്പം ഞങ്ങൾ അധികവും ഇതുപോലെ സുർക്ക ഉണ്ടാക്കും കേട്ടോ. സുർക്ക വിനാഗിരി, അതിക്ക് പച്ചമുളകും സവോളയും അരിഞ്ഞിട്ട് കണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കും. തൈരിൻ്റെ ഇലാറെ ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ തേങ്ങാച്ചോർക്ക്. പിന്നെ പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ. സമയം ഒരുപാടായിട്ടുണ്ട്. ഇനി ബീഫ് കിട്ടുമ്പം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുകൊണ്ടിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.